EMI, ഹൗസിംഗ് ലോണ്, അമ്മേൻ്റെ ട്രീറ്റ്മെൻറ്റ്, അനുവിൻ്റെ കോളേജ് ഫീ ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടണില്ല ഈശ്വര. എന്താടാ എന്തോ പോയ അണ്ണാനെ പോലെ ഇരിക്കുന്നത്? എന്താടാ മറ്റവളെ തേച്ചിട്ട് പോയാ? ഓ നിനക്ക് തമാശ. ഇവിടെ ഞാൻ എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്താടാ എന്താ നിന്റെ പ്രശ്നം? ശമ്പളമൊക്കെ കുറവാണെങ്കിൽ ഉണ്ടെന്ന് പറയുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു, അതും പോയി. അതെന്ത് പറ്റി? കമ്പനിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ. അത് കലക്കി. എന്നിട്ട് നീ ഇപ്പം എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല, ഈ ഇരിക്കുന്നില്ലേ അതുപോലെ അങ്ങ് ഇരിക്കുന്നു. ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഹൗസിംഗ് ലോണും എടുത്ത് വീടും വെച്ച് EMI ഒരു ഫോണും എടുത്ത്. ഇപ്പം അമ്മേൻ്റെ ട്രീറ്റ്മെൻറ്റും അനുവിൻ്റെ കോളേജ് ഫീയും കൂടെ ആകെ പ്രാന്താവുന്നു. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? നിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി അത്രയല്ലേ ഉള്ളൂ. നീ AMT ഗസ്റ്റ് ഹൗസ് സെയിൽസ് ആൻഡ് സർവീസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അവിടെ എന്താ? അവിടെ സെയിൽസ് ആൻഡ് സർവീസിൽ ഗസ്റ്റ് ഹൗസ് ടെക്നീഷ്യൻ ആവശ്യമുണ്ട്. 25,000 മുതൽ 50,000 വരെ സാലറി കിട്ടും. അതുപോലെ നിനക്ക് മതി. ബട്ട് എനിക്ക് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. ഒന്നും വേണ്ട. നിനക്ക് താല്പര്യമുണ്ട്, ട്രെയിനിങ് ഒക്കെ അവർ തന്നെ തരും. പിന്നെ ജോലി കയറി കഴിഞ്ഞാൽ ഫുഡും അക്കോമഡേഷനും ഫ്രീയാ. അപ്പോൾ ഏജ് ലിമിറ്റോ? എടാ 20 മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് അവിടെ ജോലി ചെയ്യാം. നീ അവിടുത്തെ നമ്പർ ഒന്ന് അയച്ചേ. ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല.